നമ്മുടെ കണ്ണുകൾക്ക് കൗതുക കാഴ്ചയായി പഴുത്ത് പാകമായി നിൽക്കുന്ന മൂട്ടിപ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി, മൂട്ടിക്കായ്പൻ, കുന്തപ്പഴം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂട്ടിപ്പഴം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ നിത്യഹരിത വനങ്ങളിലാണ് കാണപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും നായാട്ടിന് കാട്ടിൽ കയറുന്നവരുമാണ് ഈ പഴം ഉപയോഗിച്ചു വന്നിരുന്നത്. അടുത്ത കാലത്താണ് ചിലർ മൂട്ടിപ്പഴത്തിൻ്റെ ഗുണം മനസ്സിലാക്കിയതും അത് ഉപയോഗിച്ചു തുടങ്ങിയതും. ഈ മരത്തിൻ്റെ തടിയിലാണ് പൂക്കൾ വിരിയുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളാണ് പൂവിടുന്നത്. ദളങ്ങളില്ലാത്ത പൂക്കൾക്ക് ചുവപ്പ് നിറമാണ്. പഴുക്കുമ്പോൾ പഴത്തിൻ്റെ നിറം കടും ചുവപ്പാകും. മറ്റുള്ള വൃക്ഷങ്ങളെ പോലെ ഇതിൻ്റെ ശിഖരങ്ങളിൽ അധികം പഴം ഉണ്ടാകാറുമില്ല. പകരം ഈ വൃക്ഷത്തിൻ്റെ തായ്തടിയുടെ മൂട്ടിൽ നിന്ന് മുകളിലേക്ക് പഴങ്ങൾ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ വൃക്ഷത്തിന് മൂട്ടിപ്പഴമെന്ന് പേര് വന്നത്. പുളിപ്പും മധുരവുമുള്ള ഈ ഫലം മലയണ്ണാൻ, കുരങ്ങ്, കരടി തുടങ്ങിയ മൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ്. റംബൂട്ടാനുമായിട്ട് ഏറെ സാമ്യമുണ്ട് ഇതിന്. കട്ടിയുള്ള തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗമാണ് ഭക്ഷിക്കേണ്ടത്. ഇതിൻ്റെ തോട് കൊണ്ട് അച്ചാർ ഉണ്ടാക്കുകയും ചെയ്യാം. ഉദരരോഗത്തിന് മൂട്ടിപ്പഴം ഉത്തമമാണെന്നും പറയപ്പെടുന്നു. പഴുത്ത പാകമായാലും നമുക്ക് ഇത് അച്ചാറിടാനും ചമ്മന്തിയായിട്ടുമൊക്കെ ഉപയോഗിക്കാം. മൂട്ടിപ്പഴത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും പ്രമേഹ ചികിത്സയ്ക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. പ്രമേഹ നിയന്ത്രണത്തിന് ഇതിൻ്റെ വേരുകളാണ് നല്ലത്. മൂലക്കുരു മാറുന്നതിന് ഇതിൻ്റെ വേരും ഇലയും നന്നായി അരച്ച് ചൂടുവെള്ളം ചേർത്ത് ഗുളികകളാക്കി കഴിക്കുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ വയറിനുള്ളിൽ എന്തെങ്കിലും വിഷാംശം എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറന്തള്ളുന്നതിന് ഇതിൻ്റെ ഇലയും പഴവും തടിയുടെ ഭാഗങ്ങളും ചേർത്തരച്ച് ഉപയോഗിക്കാറുണ്ട്. മൂട്ടിപ്പഴത്തിൻ്റെ പാകമാകാത്ത കായകളുടെ തൊണ്ട് പനി മാറുന്നതിന് ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ ഡെങ്കിപ്പനി ബാധിച്ചവർ രക്തത്തിലെ കൗണ്ടിൻ്റെ അളവ് കൂട്ടാനായിട്ട് മൂട്ടിപ്പഴം കഴിക്കാറുണ്ട്. മൂട്ടിപ്പഴം നമ്മുടെ ദഹനത്തിന് സഹായിക്കുകയും വയറുവേദന, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പ്രമേഹമുള്ളവർക്ക് മൂട്ടിപ്പഴം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് മൂട്ടിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം വിറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. മൂട്ടിപ്പഴം പഴുക്കുന്ന സമയത്ത് നല്ല ചുവന്ന നിറമാവുകയും ഇതിനൊരു പുളി കലർന്ന മധുരമുള്ള രുചിയോട് കൂടിയതുമാണ്. നമ്മളിൽ പലർക്കും അത്ര പരിചിതമില്ലാത്ത കാട്ടുരുചികളിൽ കേമനായിട്ടുള്ള ഈ ഒരു മൂട്ടിപ്പഴം ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി ഒന്ന് അറിയാനും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ഇത് കഴിക്കാനായിട്ടും ശ്രമിക്കാം.